ഒരു മുത്തപ്പൻ ഇതേപോലെ വിഷവൈദ്യം പഠിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പട്ടി കടിക്കുകയും പിന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. മൂന്നാമത് ഒരേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഷോക്കടിച്ച് മരിക്കുകയുണ്ടായത്. എന്നാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം അത് ഈ ജ്യോതിഷ വിധി എന്നുള്ളതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഉന്നം പഠിക്കണ കാലമാണ്. കാരണം ഗേറ്റിൻ്റെ അവിടെ ആരും ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കല്ലുകളൊക്കെ 1-2 മാങ്ങയൊക്കെ വീഴും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പതിവ്. അതിപ്പോഴും അതെ, 4-5 എണ്ണമൊക്കെ ഉള്ളൂ വെച്ചാൽ അതിൽ നിന്ന് ഒന്ന് വീഴാനുള്ള സാഹചര്യമുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയുമെന്ന് തന്നെ അറിയില്ല. പടവ് ഓൺലൈനിലെ എൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ്, ഈശ്വരന്മാരാണോ ഗുരുനാഥനാണോ ഏറ്റവും വലുത് അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഉദാഹരണത്തിന് ഈശ്വരന്മാർ ഇപ്പം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, യേശു ആണെങ്കിലും, നബി ആണെങ്കിലും, കൃഷ്ണ ആണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഇവിടെ നമ്മളൊക്കെ വളരെ അല്പജ്ഞാനികളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാവി ജിജ്ഞാസുക്കളായ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അതൊക്കെ തരണം ചെയ്യാനായിട്ട് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്താൻ പറയും. ഇതൊക്കെ ആര് പറഞ്ഞു തരുന്നു? ഏത് വിദ്യാഭ്യാസമാണെങ്കിലും നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരിക്കും. തുടക്കത്തിൽ ആദ്യത്തെ ഗുരുനാഥന്മാരാരാണ്? നമുക്ക് അച്ഛനമ്മമാരാണ്. അപ്പോൾ നമുക്ക് അച്ഛനമ്മമാരിൽ നിന്നാണ്, അവരാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ, ടീച്ചേഴ്സ്. അവിടുന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. അദ്ദേഹം എനിക്കൊരു വയസ്സുള്ള മരിച്ചതാണ്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന അദ്ദേഹം വലിയ ഏട്ടനാണ്. അദ്ദേഹമാണ് വാസ്തു ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ഏട്ടൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം പബ്ലിക്കേഷനൊക്കെ, പുസ്തകങ്ങളൊക്കെ, ഞങ്ങളൊരു വിഭാഗം തന്നെയുണ്ട്, പഞ്ചാംഗം പുസ്തകശാല. അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നു. വാസ്തുവും അറിയാം. മൂന്നാമത് ഒരേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഷോക്കടിച്ച് മരിക്കുകയുണ്ടായത്. അദ്ദേഹം ഈ ഡയറിയിൽ എഴുതി വച്ചിരുന്നു, 1980 ഒക്ടോബർ 12 വിജയദശമിയുടെ അന്ന് ഡയറിയിൽ അഗ്നിഭീതി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ജ്യോതിഷമൊക്കെ കുറച്ചു കാലം പഠിച്ചു. ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു ശ്രദ്ധ പോരായ്മയുണ്ട്. കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പോരാ. ഈ കുലവൃത്തിക്ക് അനുസരിച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭക്തി മാർഗത്തിലേക്ക് വരിക. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഭക്തി വേണം, പൂജ വേണം, ആരാധനകൾ വേണം, നാമജപങ്ങളൊക്കെ വേണം. എന്നാലും ഉപാസനകൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ അതൊരു പരിധി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നന്നല്ല. അതിസർവത്ര വർജയേൽ എന്ന് പറയും. എല്ലാം മിതത്വത്തോടു കൂടി ചെയ്താലേ ലോകത്തിൽ എന്തും നിലനിൽക്കുള്ളൂ. ഇദ്ദേഹം ഭക്തിമാർഗം കൂടുതലുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ തന്നെയാണ് ഞങ്ങളുടെ അമ്പലമൊക്കെ പുനരുദ്ധീകരിക്കലും ഒക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം അവിടെ പൂജയും കാര്യങ്ങളൊക്കെ വെടുപ്പായിട്ട് ചെയ്തു. ഒരു ഉപാസനകളും എന്തൊക്കെയായി. ഇതിൽ ശ്രദ്ധ കുറയുക. പക്ഷേ അദ്ദേഹത്തിന് വിജ്ഞാനം ഉണ്ടായിരുന്നു, ജ്യോതിഷം ജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ആ ദിവസം തന്നെ അഗ്നിഭീതി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്ന ഡയറി കാണുന്നത്. അദ്ദേഹം കുളിക്കാനായിട്ട് പോവുകയാണ്. ഇല്ലത്തുനിന്ന് തറവാട്ടിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ ഞങ്ങളുടെ ഒരു വല്യച്ഛനുണ്ട്, ഒരു അപ്പനുണ്ട്. വല്യച്ഛൻ അദ്ദേഹത്തിന് അമ്പലത്തിൽ, കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി കുറേ നാമജപവും നമസ്കാരമൊക്കെ ഉണ്ട്. കണ്ണ് കാണാത്ത അപ്പനുണ്ട്. അച്ഛൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ അപ്പൻ എന്ന് വിളിക്കും, അച്ഛൻ്റെ മീതുള്ള ആൾക്കാരൊക്കെ വല്യച്ഛൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ കണ്ണ് കാണാത്ത അപ്പൻ എല്ലാ ആക്ടിവിറ്റികളും ചെയ്യും. അദ്ദേഹം കുളത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി. ഇദ്ദേഹവും ഈ വല്യച്ഛനൊക്കെ കടന്നുപോയി. പക്ഷെ അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു.
അതിൽ ഷോക്കടിച്ച് ഈ ഏട്ടൻ മരിച്ചു. അപ്പോൾ എന്നാ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം അത് ഈ ജ്യോതിഷ വിധി എന്നുള്ളതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷെ ആ ഏട്ടനാണ് വാസ്തവത്തിൽ എന്നെ ആദ്യം ഗുരുകുലത്തിൽ കൊണ്ടാക്കിയത്, പഠിക്കാനായിട്ട് നിർബന്ധമായിട്ട്. പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, എൻജിനീയറിങ്ങിന് ചേർന്നു. പക്ഷെ അവിടുന്ന് പിടിച്ചു കൊടുന്ന ഗുരുനാഥൻ്റെ ഉൾനാട്ടിൽ ചെത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷ്ണൻകുട്ടി ഗുപ്തൻ്റെ അവിടെ കൊണ്ടാക്കി. അവിടെയാണ് ഗുരുകുല സമ്പ്രദായത്തിൽ 6-7 കൊല്ലം പഠിച്ചു. അദ്ദേഹം ഇവിടെയും, അതായത് ഒരു സാക്ഷാൽ കാണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന അദ്ദേഹം, ഞങ്ങളുടെ ഒരു മുത്തപ്പൻ, അതായത് മുത്തച്ഛൻ്റെ അനുജൻ, അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ ജ്യോതിഷമാണെങ്കിലും വാസ്തുശാസ്ത്രമാണെങ്കിലും അന്നത്തെ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് ജനകീയമായിട്ട് അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പണ്ഡിതരാജൻ പട്ടമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം 1891 ജനിച്ചു. 90-ാം വയസ്സിൽ 1981 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹമാണ് ഈ നവോത്ഥാനത്തിന് ഉള്ള എല്ലാ തുടക്കങ്ങളും ജനകീയമായിട്ട്, അന്നത്തെ കാലത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ വളരെ വിരളമാണ്. എന്ന് മാത്രമല്ല, വാസ്തു ആണെങ്കിൽ പ്രാദേശികമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആശാരിമാരെല്ലാം, പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആശാരിമാർ ധാരാളം ഉണ്ടാവും. അന്നത്തെ കാലത്ത് ഒരു സ്ഥലത്ത് നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. ജ്യോതിഷത്തിലാണെങ്കിൽ പണിക്കർ സമുദായത്തിൽപ്പെട്ടവരും വളരെ നന്നായിട്ട് ഇപ്പോഴും ഉണ്ട്, നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുമുണ്ട്, പ്രാദേശികമായിട്ട് ജ്യോത്സ്യന്മാരും ഉണ്ടാവും. അപ്പോൾ കാലത്തിൻ്റെ മാറ്റമാണ് വാസ്തവത്തിൽ. ഇപ്പം ഇത് അവതരിപ്പിക്കുന്നത് പോലും കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ആ മുത്തപ്പൻ നവോത്ഥാനം കുറിച്ച്, തുടക്കം കുറിച്ച് ജനകീയമാക്കിയതും, മുമ്പ് പറഞ്ഞു പഞ്ചാംഗം ഇപ്പോഴും 115-ാമത്തെ ലക്കമായിട്ട് ഈ ഇല്ലത്തുനിന്നും അച്ചടിച്ച് കഴിഞ്ഞ 46 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് അത് ഗണിക്കുന്നതും. അപ്പോൾ അത് ഇപ്പോഴും അത് അനുസ്യൂതം തുടർന്നു വരുന്നുണ്ട്. ഒരു പഞ്ചാംഗം ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും ആ ഗ്രഹസ്ഥിതിയൊക്കെ നോക്കി. ഇന്നിപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പിന്നെ ഗണിക്കാനും സെർച്ച് ചെയ്ത് ഗണിക്കാനും ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറും ഒക്കെ സൗകര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്നൊരു ഫലപ്രവചന രീതി വന്നു ചേരണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രമാണത്തിൽ നിന്നും, നമ്മുടെ മനസ്സിൽ നിന്നും, അനുഭവജ്ഞാനത്തിൽ നിന്നും, ഗുരു ഉപദേശത്തിൽ നിന്നും, ഗുരുകാരണന്മാരുടെ അനുഗ്രഹത്തിൽ നിന്നും മാത്രം ഉണ്ടായാൽ മാത്രമേ അതൊരു ഫലപ്രവചന രീതി ലക്ഷ്യത്തിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇല്ലത്തുള്ള എല്ലാവരും തന്നെ ഈ സംസ്കൃതം പഠിക്കുക. പണ്ടൊക്കെ നമ്പൂതിരിമാരൊക്കെ, കാരണം പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാനില്ല, ജോലിയുടെ സാഹചര്യങ്ങളല്ല, ഒരു 100 കൊല്ലമൊക്കെ അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ ജോലി എന്നുള്ള സംവിധാനം. അപ്പോൾ എല്ലാവരും സംസ്കൃതം പഠിക്കും. സംസ്കൃതം പഠിച്ചാൽ പിന്നെ എല്ലാത്തിനും എളുപ്പമാണ്. അത് ഏതൊരു വിഷയങ്ങളാണെങ്കിൽ ഭാരതീയ ശാസ്ത്രശാഖകളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ എല്ലാത്തിനും വാസ്തവത്തിൽ എളുപ്പമാണ്. അന്ന് തന്നെ ഈ എല്ലാവരും അത് പഠിക്കണു, ഈ ജ്യോതിഷവും ഇതൊക്കെ. ഞങ്ങളുടെ അച്ഛനും ഒക്കെ വശമുണ്ടായിരുന്നു. വേറൊരു മുത്തപ്പൻ, ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം അതെ ഈ വിഷവൈദ്യമൊക്കെ പഠിച്ചിരുന്നു. അങ്ങനെയാണ് ഓരോരുത്തർക്കും സംസ്കൃതം പഠിച്ചാലും ഓരോരുത്തരുടെ ബുദ്ധി തലങ്ങളിൽ, ബുദ്ധിക്ക് കുറെ പര്യായങ്ങളുണ്ട്. പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, ഓരോരുത്തർക്കും ഓരോരോ ഫീൽഡിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഒരു IT ഫീൽഡിൽ പഠിച്ചാൽ ചില ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ ഒരു ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് സംസ്കൃതം ഏറ്റവും ബേസായിട്ട് പഠിച്ചാൽ പോലും ഒരു മുത്തപ്പൻ ഇതേപോലെ വിഷവൈദ്യം പഠിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പട്ടി കടിക്കുകയും പിന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനോട് എന്നെ മുറിയിൽ അടച്ചിട്ടോളൂ,
അപ്പൊ ഗുരുനാഥന് ശങ്ക ഉണ്ടായിരുന്നൊന്നുമില്ല ചികിത്സയ്ക്ക്. പക്ഷെ ഇദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹം മരിക്കണ്ടായി. അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കാം എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഇനി ആദ്യ കുട്ടിക്കാലത്തേക്ക് തന്നെ ഒന്ന് പോകാൻ തോന്നുന്നു. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു കണ്ണ് കാണാത്ത അപ്പൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോ കേട്ടോ വളരെ സരസമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ ജ്യോതിഷത്തിൻ്റെയും വാസ്തുവിൻ്റെയും ബാലപാഠങ്ങളൊക്കെ ഇവർ പഠിക്കുമല്ലോ. പൊതുവെ നാളക്കം വെക്കുക, അന്നത്തെ പഞ്ചാംഗം വെക്കുക എന്നൊക്കെ പറയും. അത്യാവശ്യം പൊരുത്തം നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹസാമ്യം ഉണ്ടോ എന്നൊക്കെ നോക്കി, ഗ്രഹസാമ്യമൊക്കെ നോക്കി പൊരുത്തമൊക്കെ നോക്കി കൊടുക്കും. അതങ്ങനെയാണ്. പണ്ട് ഇല്ലങ്ങളിലൊക്കെ മക്കളെ കുറേ പേരെ വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ സഹോദരിമാരെ വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടാവും. പലപ്പോഴും തോന്നും കുറെ സഹോദരന്മാരുണ്ടെങ്കിൽ മൂത്ത ആൾ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, വേളി കഴിക്കുള്ളൂ. അത് ആ കുടുംബം നിലനിൽക്കാൻ വേണ്ടി ആണ്, മറ്റൊരൊന്നും വേളി കഴിക്കില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പതിവ്. ആൾക്കാർ പരിഹാസമൊക്കെ ആയിട്ട് പറയുമെങ്കിൽ പോലും വാസ്തവം അതാണ്. അങ്ങനെ ഇദ്ദേഹം വളരെ സരസമായിട്ടൊക്കെ പറയും. പക്ഷേ ഒരു കാലത്തിൻ്റെ മാറ്റം, കൂടുതൽ ജ്യോതിഷം പഠിച്ചു, ഇന്നത്തെ പോലെ പ്രാക്ടീസ് ചെയ്യാനോ ജനങ്ങളായിട്ട് വരികയോ ഒന്നുമില്ലാത്തതുകൊണ്ടായിരിക്കാം അന്നത്തെ കാലത്ത് എല്ലാവരും ഒന്നും അത് പ്രാക്ടീസ് ചെയ്യാതിരുന്നത്. എന്തായാലും ഒരു വല്യച്ഛൻ അദ്ദേഹം സാധാരണഗതിയിൽ വാസ്തുവിനൊക്കെ കൈകാര്യം ചെയ്യാൻ പോയിരുന്നു. പിന്നെ വേറൊരു അപ്പൻ, അദ്ദേഹം കളക്ടറേറ്റിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലിയൊക്കെ നേടി. അദ്ദേഹം അത് റിട്ടയർ ചെയ്ത് വന്നിട്ട് ഈ വാസ്തുവിനെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പം അന്നൊക്കെ ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇതിലൊക്കെ എന്താ അത്ര മൂല്യം എന്നൊക്കെ മനസ്സിൽ തോന്നും. അന്ന് കുട്ടികളാണ്, അത് വേറെ ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഉന്നം പഠിക്കണ കാലമാണ്. ഇപ്പോഴും അതൊക്കെ പറ്റും. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അതായത് സ്കൂളിലേക്ക് പോകാൻ 1.25 കിലോമീറ്റർ നടക്കണം, ഒരു നാഴിക കൃത്യമായിട്ട് നടക്കണം. അപ്പോൾ വഴിയരികിലുള്ള മാവ് നമുക്ക് ഏറ്റവും പ്രചോദനമാണ്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആരും ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കല്ലുകളൊക്കെ 1-2 മാങ്ങയൊക്കെ വീഴും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പതിവ്. അതിപ്പോഴും അതെ, 4-5 എണ്ണമൊക്കെ ഉള്ളൂ വെച്ചാൽ അതിൽ നിന്ന് 1 വീഴാനുള്ള സാഹചര്യമുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയുമെന്ന് തന്നെ അറിയില്ല, ഉന്നം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം അതൊക്കെ നമ്മൾ കുറേ അനുഭവ പാഠങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ വന്നു. പിന്നെ പ്രീഡിഗ്രിക്ക് ചേർന്നു. അന്നിപ്പോൾ ഈ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കാലത്തിൻ്റെ മാറ്റാണ്. 70, 74 കാലങ്ങളിൽ, 75 കാലങ്ങളിലൊക്കെ ഉപജീവന മാർഗം നേടാൻ ജോലി ഉണ്ടായാലേ സാധിക്കുള്ളൂ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഗുരുകുല സമ്പ്രദായത്തിലെ ഗുരുനാഥൻ്റെ അടുത്ത് താമസിച്ച് പഠിക്കുകയും അവിടെ കുറേ അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ജാതകം എടുത്ത് നോക്കുമ്പോഴേക്കും ഈ ഫലം എങ്ങനെ പറയുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ് വാസ്തവത്തിൽ. അദ്ദേഹം അതെ ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഉഴുത്രവാര്യ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ അദ്ദേഹം തന്നെ പറയുണ്ടായിട്ടുണ്ട്, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ ജ്യോതിഷിയാണ്. പക്ഷെ അത് വേണ്ട, ചെറിയച്ഛൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചത് വേറൊരു ഗുരുനാഥൻ്റെ കീഴിലാണ്. ഒരു ദിവസത്തിൽ സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിനെ കാണാനില്ല. അന്ന് കാണാനില്ല വെച്ചാൽ അന്വേഷിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ 42ാമത്തെ ദിവസം വന്നു അത്രേ. അപ്പൊ അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ തന്നെ ചോദിച്ചു, മൂകാംബിക ദർശനമൊക്കെ നന്നായില്ലേ, അവിടെ ഉപാസനയൊക്കെ ശരിയായില്ലേ? അപ്പൊ മൂകാംബിക ഉപാസിക്കാൻ പോയതാണ്. അത് വലിയൊരു അത്ഭുതമാണ് അതൊക്കെ. അപ്പോൾ അവരൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു വീക്ഷണം അല്ല, അവരുടെ ജ്യോതിഷജ്ഞാനം എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികമാണ്. അപ്പം എന്തായാലും ആ ഗുരുനാഥനും അതെയല്ലോ, അതിൻ്റെ ചെറിയ അംശമല്ല, വലിയൊരു അംശം അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആദ്യമൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പോകും. കാലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അനുസരിച്ച് പിന്നീട് അതിനൊന്നും പോവാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഇല്ലത്തും 10 ദിവസം ഉണ്ടാവാറുണ്ട്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇല്ലത്തുണ്ടാവും.
പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വരും, ഗുരുദാസൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് പഠിക്കലും ഒക്കെ ആയിട്ട് വരും. പിന്നെ ഇവിടെയും ആൾക്കാർ വരും. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് ഞാൻ വരുന്നില്ല, നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഒരു 46 കൊല്ലമായി വാസ്തവത്തിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു അനുഭവജ്ഞാനം ഇതിൽ എൻ്റെ ഒരു ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ ജ്ഞാനത്തിൽ ആദ്യമൊക്കെ ആൾക്കാർ വരും, ഇവിടെ വന്നിട്ട് അച്ഛനിലെ അല്ലാതെ കാരണന്മാരെ കാണണം, ഓ ആയിക്കോട്ടെ എന്നാൽ വന്നോളൂ, നോക്കി കൊടുക്കുമ്പോഴാണ് നമുക്കത് അവർ ശരി കഴിഞ്ഞ കാലങ്ങളെ പറ്റിയിട്ട്. ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണ്, 5 വയസ്സ് വരെ ബാലാരിഷ്ടം ഉണ്ടായിരുന്നു, 12 വയസ്സ് വരെ വിദ്യാഭ്യാസത്തിന് അലസത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്താൽ അപ്പോഴാണ് നമുക്ക് തോന്നുക, നമ്മൾ പറയണതും ഈ ശാസ്ത്രത്തിൽ പറയണത് തന്നെയാണ് നമ്മളും പറയണത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴും അത്രയേ ഉള്ളൂ കേട്ടോ, ശാസ്ത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് പറയണത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾക്കൊരു അനുഭവ പാഠങ്ങൾ ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇതിൽ നിവൃത്തിയുള്ളൂ. അങ്ങനെ അനുഭവം നിങ്ങൾ പറയുമ്പോഴാണ് നമുക്കും അത് വിശ്വാസമാവുക. അങ്ങനെ ഈ അമ്പലങ്ങളിൽ പ്രശ്നത്തിന് പോകാനൊക്കെ സാഹചര്യങ്ങൾ കുറഞ്ഞു വന്നു തുടങ്ങി. അഷ്ടമംഗല പ്രശ്നം അല്ലെങ്കിൽ ദേവപ്രശ്നം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഇവിടെ ധാരാളം ആൾക്കാർ ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇവിടുന്ന് പോവാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളുമായി, പല കാര്യങ്ങൾക്കും ആയിരിക്കാം. പിന്നെ ഫോണ് വന്നോട് കൂടിയിട്ട് ആവശ്യങ്ങൾക്ക് ആൾക്കാർ വിളിക്കുകയായി. പൊതുവെ അങ്ങനെയാണ്, എല്ലാവർക്കും ആര് വിളിച്ചു കഴിഞ്ഞാലും അപ്പോൾ സാധിക്കുന്ന പക്ഷം അപ്പോൾ ഒഴിവാക്കിയിട്ട് വെച്ചാൽ അപ്പോൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഒരു സമ്പ്രദായം. അതിവിടെ ഇല്ലാത്ത എല്ലാവർക്കും അങ്ങനെയാണ്. ഏത് വിഷയങ്ങളാണെങ്കിലും എല്ലാവരും ഒഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഫോണാണല്ലോ അതിൽ ആദ്യത്തെ ആശയവിനിമയങ്ങൾക്ക് നമുക്ക് ഏറ്റവും അധികം ആദ്യത്തെ ഒരു ഇടനാഴി. പിന്നെ അതങ്ങനെ വന്നു. അങ്ങനെ വന്ന് ജനങ്ങൾ പിന്നെ ആവശ്യക്കാർ നേരിട്ട് വന്ന് തുടങ്ങി. അന്ന് കുട്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാൾ പറഞ്ഞ് സ്വതവേ ഇവിടെയുള്ള ആൾക്കാരും ഒരു പരസ്യം കൊടുക്കാറില്ല. പരസ്യം വേണമെന്ന് ആർക്കൊരു ഭ്രമവും ഇല്ല ശരിക്കും.